ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, വഴി അടയ്ക്കുന്നവരുടെ വഴി ദൈവം അടയ്ക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കുചേർന്നപ്പോൾ ദൈവമക്കളുടെ കുടുംബങ്ങളിൽ സംഭവിച്ച നിരവധി അത്ഭുതങ്ങളിൽ ചിലത് അവർ എഴുതി അറിയിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എന്റെ അമ്മയ്ക്ക് 86 വയസ്സ് പ്രായമുണ്ട്. നല്ല കൂനുണ്ടായിരുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള കൂനായിരുന്നു എന്റെ അമ്മയുടേത്. കാലിന്റെ ഒടുകിന്റെ വശം മുമ്പോട്ട് വളഞ്ഞിട്ട് നേരെ നിൽക്കാൻ പറ്റാത്ത വിധം വളഞ്ഞാണ് എന്റെ അമ്മയുടെ സ്ഥിതി ഉണ്ടായിരുന്നത്. കൂടാതെ ഏത് ഭക്ഷണം കഴിച്ചാലും പിടിക്കില്ലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30 മണിക്ക് സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്ത അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ആരാധനയിൽ കൂടി ഞങ്ങൾ യേശുവിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് അച്ഛൻ പറഞ്ഞു, കൂനുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ കൂന് മാറിയെന്ന്. ആരാധന കഴിഞ്ഞ് എന്റെ അമ്മ എഴുന്നേറ്റ് നടന്നപ്പോൾ നേരെ നടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. നേരം വെളുത്ത് ഞാൻ അമ്മയെ കുളിപ്പിച്ചപ്പോൾ ഒടുവിലെ വളഞ്ഞിരുന്ന അവസ്ഥ നേരെ ആയിരിക്കുന്നതായും കൂന് പരിപൂർണമായി വിട്ടുപോയിരിക്കുന്നതായും കണ്ടു. കൂടാതെ വയറിന്റെ അസുഖവും മാറി. ഈ സാക്ഷ്യം യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കൂനിയായിരുന്ന 86 വയസ്സുള്ള ഒരു വ്യക്തിയെ ഈശോയുടെ നാമത്തിൽ അത്ഭുതകരമായി വിടുവിച്ച ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഈ വ്യക്തി സാക്ഷ്യമായി എഴുതി അറിയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്തും ഇന്നും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച് ഓരോരുത്തരും അവരവരുടെ വേദനകളും അവരവരുടെ ദുഃഖങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിങ്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിന്റെ അതിശയ ശക്തി വ്യാപരിക്കട്ടെ. ക്ഷീണിതർ ഇപ്പോൾ പുതുശക്തി പ്രാപിക്കട്ടെ. കർത്താവേ, രോഗത്താൽ തളർന്നിരിക്കുന്നവരിൽ നിന്ന് തളർച്ച യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പൈശാചിക പീഡകൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ഓടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവമക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുർശക്തികളും ദുർഭൂതങ്ങളും ദുർബാധകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഈ വചനം കേട്ട് അങ്ങയുടെ മക്കൾ നിത്യരക്ഷ പ്രാപിക്കാൻ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുർഭൂതങ്ങളെയും പൈശാചിക പീഡകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വഴി അടയ്ക്കുന്നവരുടെ വഴി കർത്താവ് അടയ്ക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, സാവൂളിന്റെ ഭവനവും ദാവീദിന്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. സാവൂളിന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു. സാവൂളിന്റെ കുടുംബം അടിക്കടി ക്ഷയിച്ചു വന്നു. ഇന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ ഇന്നലകളിൽ ദൈവമക്കളുടെ വഴി അടച്ചതിന്റെ പാപമില്ലേ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലാത്ത, എത്ര ശ്രമിച്ചിട്ടും ഉയർച്ചയില്ലാത്ത, എന്നും എപ്പോഴും അധോഗതിയുടെ ബന്ധനത്തിൽ കിടക്കുന്ന ഓരോ മകനും മകളും നന്നായിട്ട് ആത്മശോധന ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഇന്നലകളിൽ ഞാൻ ഏതെങ്കിലും വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ ഉയർച്ചയ്ക്കുള്ള വഴി അടച്ചു കളഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ 2 ദൈവമക്കളുടെ ചരിത്രം കൊടുത്തിട്ടുണ്ട്.
സാമുവേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകത്തിലും രണ്ടാമത്തെ പുസ്തകത്തിലുമായി സാവൂൾ എന്ന ദൈവ പൈതലിന്റെയും ദാവീദ് എന്ന ദൈവ പൈതലിന്റെയും ചരിത്രം കൊടുത്തിട്ടുണ്ട്. ദൈവം സാവൂളിനെയാണ് ആദ്യം വിളിച്ചത്, ആദ്യം അഭിഷേകം ചെയ്തു, ആദ്യം ജനത്തിന്റെ രാജാവാക്കി, എല്ലാ നന്മകളും നൽകി, അടിക്കടി അടിക്കടി ഉയർത്തി 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 രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സാവൂള് പല തവണ മത്സരിച്ചു. ദൈവത്തിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. ഒരുപാട് അപഭ്രംശങ്ങൾ സാവൂളിന്റെ ജീവിതത്തിൽ സംഭവിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ദാവീദ് എന്നൊരു ചെറിയ പൈതലിനെ അഭിഷേകം ചെയ്ത് ഉയർത്തിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ സാവൂളിന് ഈ പുതിയ ദൈവ പൈതലിനോട്, ദാവീദിനോട് കടുത്ത അസൂയയായി, കടുത്ത മാത്സര്യമായി, കടുത്ത ശത്രുതയായി. അത് വർദ്ധിച്ച് ദാവീദിനെ ഉന്മൂലനം ചെയ്യണമെന്ന് വരെ ചിന്തിക്കാൻ സാവൂളിനെ അത് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിലും 17-ാമത്തെ അധ്യായത്തിലും ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. അതിൽ 1 സാമുവേൽ 18-ാം അധ്യായം 11-ാം തിരുലിഖിതം. സാവൂളിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തമെറിഞ്ഞു. ദാവീദ് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അവന്റെ ജീവൻ രക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഈ സാവൂളിന്റെ മനസ്സിൽ ദാവീദിനെ കൊന്നു കുഴിച്ചു മൂടണമെന്ന ചിന്ത രൂഢമൂലമായിരുന്നു. വീണ്ടും സാമുവേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, ദാവീദിനെ കൊന്നു കളയണമെന്ന് സാവൂൾ ജോനാഥനോടും സൈന്യനിരകളോടും കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ സാവൂളിന്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ള ചിന്ത, ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ദാവീദിനെ കാണുമ്പോൾ സാവൂളിന്റെ ഒരേ ഒരു ചിന്ത, എങ്ങനെയെങ്കിലും ഈ ഭൂമുഖത്ത് നിന്ന് ദാവീദിനെ ഉന്മൂലനം ചെയ്യണം എന്നുള്ളത് തന്നെ. സാവൂള് ദാവീദിന്റെ വഴി അടയ്ക്കാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ വഴി അടയ്ക്കാൻ ആരുദ്യമിക്കുന്നോ അവരുടെ വഴി ദൈവം അടയ്ക്കും. സാവൂളിനെ ആ ഒരു ദുർഗതിയാണ് പിന്തുടർന്നത്. സാവൂള് പിന്നീട് പോകുമ്പോൾ ചെല്ലുന്ന സ്ഥലത്തെല്ലാം കാല് പഴയ്ക്കുകയാണ്. ചെല്ലുന്ന സ്ഥലത്തെല്ലാം പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ അടിക്കടി പ്രശ്നങ്ങൾ വർദ്ധിച്ച് അവസാനം ഫിലിസ്തീനുമായ യുദ്ധത്തിൽ ദയനീയമായ പരാജയമുണ്ടായി. ആ പരാജയ രംഗത്ത് നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞോടുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ പിന്തുടർന്നു. അദ്ദേഹം ശത്രുകരങ്ങളിൽ നിബന്ധിക്കുമെന്ന സ്ഥിതി വന്നപ്പോൾ ഗിൽബോവ പർവ്വത കുന്നുകളിൽ അദ്ദേഹം ഒരു സാഹസം ചെയ്തു. സ്വന്തം വാളുകുത്തി നിർത്തി ഗിൽബോവ പർവ്വതത്തിൽ വെച്ച്, ഗിൽബോവ കുന്നിൽ വെച്ച് സ്വന്തം വാളുകുത്തി നിർത്തി ആ വാളിന്റെ മുകളിൽ അവൻ കമിഴ്ന്നു വീണു. ഇതാ അവന്റെ ഉദരം പിളർന്ന് കുടൽമാലകൾ പുറത്തു ചാടി, ചോര ധാരധാരയായി ഒഴുകി. ആ ചോരയിൽ പൂണ്ട് കിടന്ന് കുടൽമാലകളെല്ലാം പുറത്തു ചാടി കിടക്കുന്ന അവൻ വേദന കൊണ്ട് നീറാൻ തുടങ്ങി. ആ വഴി വന്നൊരു അമലേക്കിനോട് അവൻ പറഞ്ഞു, ഇതാ ഞാൻ വേദന കൊണ്ട് നീറുന്നു, എന്റെ ജീവനോ പോകുന്നുമില്ല, ദയവ് ചെയ്ത് വാളൂരി എന്നെ വെട്ടിക്കൊന്നാലും. ഇതാണ് ദൈവ അഭിഷേകം ചെയ്ത ആദ്യത്തെ രാജാവിന്റെ അവസാനത്തെ ആഗ്രഹം. ഇതാണ് സാവൂളിന്റെ അന്ത്യരംഗം. എന്താ ഇതുപോലെ ദുർഗതിക്ക് കാരണമായി തീർന്നത്? ദൈവാഭിഷേകം ചെയ്ത മറ്റൊരു ദൈവ പൈതലിന്റെ വഴി അടയ്ക്കാൻ വേണ്ടി അവന്റെ ജീവിതത്തിലെ സമയങ്ങളും അവന്റെ ജീവിതത്തിലെ ഊർജവും അവന്റെ ജീവിതത്തിലെ പണവും അവന് ദൈവം നൽകിയ സാധ്യതകളെല്ലാം അവൻ മറ്റൊരു ദൈവത്തിന്റെ വഴി അടയ്ക്കാൻ വേണ്ടി അവൻ ചെലവഴിച്ചു. എന്നാൽ ദാവീദാകട്ടെ അടിക്കടി ഉയർന്നു വന്നു. പിന്നീട് അവരുടെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ദൈവത്തിന്റെ വചനം പറഞ്ഞെങ്ങനെയാണ്? 2 സാമുവേൽ 3-ാം അധ്യായം 1-ാം വാക്യം, ദാവീദിന്റെ കുടുംബം മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു വന്നു, സാവൂളിന്റെ കുടുംബം അടിക്കടി ക്ഷയിച്ചു വന്നു. കാരണം വഴി അടയ്ക്കാൻ ശ്രമിച്ചവന്റെ കുടുംബമാണത്. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ. വഴി അടയ്ക്കുന്നവന്റെ വഴി ദൈവം അടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു അനുഭവം വിശുദ്ധ ലിഖിതങ്ങളിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം. അവിടെ 2 ദൈവമക്കളെ ഈ വിശുദ്ധ ലിഖിതം പരിചയപ്പെടുത്തുകയാണ്. ഒരാളുടെ പേരാണ് ഹാമാൻ, അടുത്തയാളുടെ പേരാണ് മൊർദെഖായി. ഹാമാനാണ് ആദ്യം ഉയർന്നത്. അവൻ രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി.